പാലക്കാട് കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി. നഗരസഭാ കൗൺസിലറായ പ്രശോഭ് സി വത്സനെതിരെയാണ് ദളിത് യുവതി മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. പാലക്കാട് മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല പല മാങ്കൂട്ടങ്ങളുണ്ട് എന്നതിന്റെ തെളിവാണിതെന്നും പ്രശോഭിനെ അറസ്റ്റ് ചെയ്യാമെന്നും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആരോപണം ഭയപ്പെടുത്തുന്നതല്ല എന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. ഇയാൾ ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് പെരുമാറിയായിരുന്നു. ഇതിനു മുമ്പായിട്ട് പ്രശോഭൻ്റെ അച്ഛനും കൂടിയിട്ട് തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഫുള്ളും നിൻ്റെ കാര്യങ്ങൾ ഫുള്ളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ പ്രശോഭൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സോൾവ് ആക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോകണം, കാറിൽ വെച്ചിട്ടും പിന്നെ സൂര്യ റെസിഡൻസിൽ എടുത്തിട്ടും 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ പേടിച്ചിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറായ പ്രശോഭ് സി വത്സനെതിരെയാണ് ദളിത് യുവതിയുടെ പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്തെത്തിയും ജോലിയുടെ അഭിമുഖത്തിനായി കൊണ്ടുപോകാമെന്ന് വിശ്വസിപ്പിച്ച് കാറിൽ കയറ്റി പീഡിപ്പിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ലൈംഗിക പീഡന പരാതിക്കിടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രശോഭിന് വോട്ട് ചെയ്യാനാണ് പാലക്കാട് തിരികെ എത്തിയത്. മണ്ഡലത്തിൽ തിരികെ എത്തിയ രാഹുലിനെ സ്വീകരിച്ചതും പ്രശോഭിന്റെ നേതൃത്വത്തിലായിരുന്നു. പ്രശോഭിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല ഒരുപാട് മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് മനസ്സു നൊന്താൽ അവരോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയുടെ പരിവേഷമൊന്നും ഉണ്ടാകില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. CPIM പ്രശോഭനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. വോട്ടെടുപ്പ് അടുത്തിരിക്കെ വിഷയത്തിൽ കരുതലോടെ പ്രതികരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, പാലക്കാട്.